രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യക്കായി മെഡൽ നേടിയിരിക്കുകയാണ് ജാവലിൻ ത്രോ സൂപ്പർ താരം നീരജ് ചോപ്ര. കഴിഞ്ഞ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന നീരജ് ഇക്കുറി ഇന്ത്യക്ക് വെള്ളി മെഡലാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. 89.45 മീറ്റർ ദൂരമാണ് ജാവലിൻ പായിച്ചാണ് നീരജിന്റെ വെള്ളി നേട്ടം. ഫൈനലിലെ 5 ത്രോയിലും ഫൗൾ വരുത്തിയ നീരജ് ഫൗളില്ലാതെ എറിഞ്ഞ ഒറ്റ ത്രോയിൽ മെഡൽ ഉറപ്പിച്ചു. ഇതോടെ ഒളിമ്പിക് സ്വർണ്ണ വെള്ളി മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന ചരിത്ര നേട്ടത്തിനും നീരജ് അർഹനായി. 92.97 മീറ്റർ കണ്ടെത്തിയ പാക് ഇതിഹാസം അർഷദ് നദീമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. അവസാന ശ്രമത്തിൽ അർഷദ് 91.79 മീറ്റർ എന്ന മീറ്റിലെ രണ്ടാമത്തെ മികച്ച ദൂരവും കുറിച്ചു. വ്യക്തിഗത ഇനത്തിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യ ഒളിമ്പിക് മെഡലാണിത്. ഒളിമ്പിക്സിന്റെ ഫൈനലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദൂരം 2 തവണ കണ്ടെത്തി അർഷദ് റെക്കോർഡ് കുറിക്കുകയും ചെയ്തു. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നോർവേയുടെ ആൻഡ്രിയാസ് തോർകിൽഡൻ സ്ഥാപിച്ച റെക്കോർഡ് ഇതോടെ പഴങ്കഥയായി. ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് 88.54 മീറ്ററുമായി വെങ്കലവും നേടി. അതേസമയം ഒരിക്കൽ കൂടി ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയ നീരജിനെ ഇനി പാരിതോഷങ്ങളുടെ കാലമാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയായിരുന്നു പലതരത്തിൽ നീരജിന് പാരിതോഷികം ലഭിച്ചത്. ഇക്കുറിയും സ്ഥിതി വ്യത്യസ്തമാകില്ല. 2 തവണ ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയ നീരജ് നിലവിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ അത്ലറ്റുമാരിൽ ഒരാളാണ്. താരത്തിന്റെ നിലവിലെ സമ്പാദ്യം എങ്ങനെയെന്ന് നോക്കാം. ഒളിമ്പിക്സ് അത്ലറ്റ്സിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിയ താരമായ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞ ഒളിമ്പിക്സിന് ശേഷം വരുമാനത്തിൽ വമ്പൻ വർധനവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 37 കോടി രൂപയാണ് നീരജ് ചോപ്രയുടെ മൊത്ത സമ്പാദ്യം. ഒരു മാസത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലും വർഷത്തിൽ 4 കോടി രൂപയ്ക്ക് മുകളിലും നീരജ് ചോപ്ര സമ്പാദിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും മത്സര ഫീസിലൂടെയും വിവിധ ബ്രാൻഡുകളുമായുള്ള സഹകരണത്തിലൂടെയുമാണ് നീരജ് ചോപ്ര സമ്പാദിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടി ചരിത്രം എഴുതിയപ്പോൾ പാരിതോഷികമായി വമ്പൻ തുകയായിരുന്നു നീരജ് ചോപ്രയുടെ അക്കൗണ്ടിലെത്തിയത്. ഹരിയാന സംസ്ഥാന സർക്കാരായിരുന്നു ഏറ്റവും ഉയർന്ന പാരിതോഷികം താരത്തിന് നൽകിയത്. 6 കോടി രൂപ ഹരിയാന സർക്കാരിൽ നിന്ന് നീരജിന് ലഭിച്ചു. ഇന്ത്യൻ റെയിൽവേ 3 കോടി രൂപയും പഞ്ചാബ് സർക്കാർ 2 കോടി രൂപയും നീരജിന് സമ്മാനിച്ചു. ബൈജൂസ് ആപ്പ് 2 കോടി രൂപയും BCCI IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവർ ഓരോ കോടി രൂപ വീതവും നീരജിന് നൽകി. പണമായി പാരിതോഷികം നൽകിയതിനു പുറമെ ഹരിയാന സർക്കാർ ഗ്രേഡ് 1 ജോലിയും ഇൻഡിഗോ എയർലൈൻസ് 1 വർഷത്തെ സൗജന്യ യാത്രയും നീരജ് ചോപ്രയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇക്കുറിയും മെഡൽ നേടിയ നീരജിന്റെ പോക്കറ്റ് ഒരിക്കൽ കൂടി പാരിതോഷികങ്ങളാൽ നിറയുമെന്ന കാര്യം ഉറപ്പാണ്. വാഹനങ്ങളുടെ ഒരു മികച്ച കളക്ഷനും നീരജ് ചോപ്രയുടെ പക്കലുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ആനന്ദ് മഹീന്ദ്ര XUV 700 നീരജ് ചോപ്രയ്ക്ക് സമ്മാനമായി നൽകിയിരുന്നു. ഇതിന്റെ ഓൺ റോഡ് വില 30 ലക്ഷം രൂപയായിരുന്നു. ഇതിനു പുറമെ റേഞ്ച് റോവർ സ്പോർട്സ്, ടൊയോട്ട ഫോർച്യൂണർ, ഫോർഡ് മസ്താങ് GT തുടങ്ങിയ കാറുകളും അദ്ദേഹത്തിനുണ്ട്. ബൈക്ക് കളക്ഷനിലേക്ക് വന്നാൽ ഹാർലി ഡേവിഡ്സൺ 1200 റോഡ്സ്റ്റർ, ബജാജ് പൾസർ 220 എന്നിവയാണ് നീരജ് ഉപയോഗിക്കുന്നത്.